glorious moments. പഴയ സർപ്പത്തിന് വിട്ടു. യേശുവിന്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെ മാത്രമാണ് രക്ഷ കടന്നു വന്നിരിക്കുന്നത്. ആ രക്ഷയിൽ സഹകരിച്ചയാൾ സഹകാരി അല്ല അല്ല വെയിറ്റ് ഇതിനൊന്ന് എനിക്ക് ക്ലാരിഫിക്കേഷൻ തരണേ, ഒന്ന് കേട്ടോണേ. പഴയ സർപ്പത്തിന് വിട്ടുപോകുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാതെ പോകുന്നത് മോശമാണ്. സർപ്പമാണ് ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണക്കാരൻ. അത് വിട്ടുപോകുന്നു. ഓരോ അടിയും ക്ഷതവും വേദനയും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാൽവരിയിൽ കർത്താവ് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം ശരീരത്തിൽ അത് ഏറ്റെടുക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് തിരുസഭ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കുന്നത്. ഇത് പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർ പ്രസംഗിച്ചതല്ല കേട്ടോ. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം സാമറാട്ടെ, ഒറ്റ കാര്യം. അതായത് ഈ 2-ാം തീയതി, ഒരു സെക്കൻഡ്, 2-ാം തീയതി ഇത് പറയുന്നത് വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല ഇത് വെളുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് ഇങ്ങനെയല്ല ഞങ്ങളോട് സഹരക്ഷക എന്നുള്ള അർത്ഥത്തിൽ തർക്കിക്കുകയായിരുന്നു ഇന്നലെ വരെ. ഇന്നാണ് അയ്യോ ഞങ്ങൾ ഉദ്ദേശിച്ച സഹരക്ഷക അങ്ങനെയല്ല, അത് സഹരക്ഷക എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ എന്താ പറയുക പോപ്കോൺ പോലെ ഇരിക്കുന്ന ആ ഒരു സഹരക്ഷകയല്ല, ഇത് വേറെ അൽഫാം പോലെ ഇരിക്കുന്ന സഹരക്ഷകയാണ്. അൽഫാമും പോപ്കോണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങളുടേത് അൽഫാം ആണ് എന്നാണ് ഇപ്പോ മാത്യുവും ജോയി ഒക്കെ പറയുന്നത്. ഞങ്ങളുടെ സഹരക്ഷക ഈ ടൈപ്പ് അല്ല. പക്ഷെ മെനഞ്ഞാന്നൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. മെനഞ്ഞാന്ന് വരെയുള്ള ചർച്ചകളിലും തർക്കങ്ങളിലും ഒരിക്കൽ കൂടെ അത് കേൾപ്പിക്കുക. ഇതാണ് കത്തോലിക്ക സഭ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ അടിയും ക്ഷതവും വേദനയും അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാൽവരിയിൽ കർത്താവ് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സ്വന്തം ശരീരത്തിൽ അത് ഏറ്റെടുക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് തിരുസഭ പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കുന്നത്. വിളിപ്പിച്ചോ നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട്. പാതാളത്തിൽ കിടന്ന ജോസൂട്ടി വരെ പുറത്തു വന്നു. മറുപടി പറയട്ടെ. പ്ലീസ്. ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്നെ മ്യൂട്ട് ചെയ്തെന്ന് ഞാൻ അറിയുന്നില്ലായിരുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം എന്താ? നിങ്ങൾ അത് കഴിഞ്ഞ് സംസാരിക്കും. ഇനി ഇപ്പൊ ഈ കേൾപ്പിച്ച വീഡിയോ അത് ഏത് അച്ഛനാണോ മെത്രാനാണോ എന്ന് എനിക്കറിയത്തില്ല. മാതാവ് ശരീരത്തിൽ ഇത് വഹിച്ചു എന്താ പറഞ്ഞത്, പാടുപീടുകൾ സഹിച്ചത് യേശുവിന്റെ കൂടെ സഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ക്ലാരിഫിക്കേഷനും തിരുത്തലുമാണ് കറക്റ്റ് ആയിട്ട് ഇപ്പം വത്തിക്കാൻ തന്നിരിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ചില മനുഷ്യർ ചിലപ്പോൾ കാണും, അവർക്കുള്ള തിരുത്താണ് ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം, ഇവിടെ ഷിബു പീഡിയക്കിൽ ഒരു വീഡിയോയുടെ ഒരു അവസാനത്തെ 5-10 മിനിറ്റ് ഈ റൂമിൽ കുറച്ചു മുമ്പ് ഞാൻ കേട്ടായിരുന്നു. അതിനകത്ത് പുള്ളി അവിടെ നിന്ന് പറയുന്നുണ്ട് തിയോട്ടോക്കോസ് എന്നുള്ളത് ആണ് ഇവര് പറയുന്നത്, മദർ ഓഫ് ബിലീവേഴ്സ് ഉള്ളത് ഇപ്പൊ കത്തോലിക്ക സഭ ചുരുക്കി. ഞാൻ ആ ഡോക്യുമെന്റ് ഒന്ന് ഓടിച്ച് കണ്ടോളൂ, മുഴുവൻ നോക്കാൻ നേരം കിട്ടിയില്ല. പക്ഷെ ഞാൻ കണ്ടിടത്തോളം തന്നെ 3 അവിടെ തിയോട്ടോക്കോസ് ആ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ തീരുന്നത് സഭയുടെ മാതാവ് എന്ന് വിളിച്ചോണ്ടാ. അപ്പോ സഭയുടെ മാതാവ് എന്ന് അദ്ദേഹം പറയുമ്പോൾ വിശ്വാസികളുടെ മാതാവ് തന്നെ അതിനർത്ഥമില്ലേ? ഇനി സഭയുടെ മാതാവ് എന്ന് യാക്കോബ സഭ പറയുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ തിയോട്ടോക്കോസ് മാറിപ്പോയോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഉടായ്പ കൺകെട്ടുകളൊക്കെയാണ് ഷിബു കാണിക്കുന്നത്. അതോടെ നിന്നോട്ടെ. പിന്നെ ഇത് ആദ്യമായിട്ട് ഇത് പറയുന്നത് ഇപ്പോഴാണെന്നുള്ളത്, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ക്ലബ്ബൗസിലുള്ളത്, ഇന്നുവരെ ഞാനിത് ഇന്നവരെ മാതാവ് സഹരക്ഷകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ നമ്മുടെ ജോഷി മയ്യാറ്റിലച്ചന്റെ വീഡിയോ അതൊരു 3 വർഷം 4 വർഷം മുമ്പുള്ളതാണ്. കഴിഞ്ഞ ബെനഡിക്ട് 14 മാർപ്പാപ്പ ഇതുപോലെ തന്നെ ഇതേ സ്റ്റേറ്റ്മെന്റ് മുമ്പ് വെച്ചപ്പോ മാതാവ് സഹരക്ഷകയല്ല അങ്ങനെ പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, എക്സ്പ്ലനേഷൻ കൊടുത്ത് അത് മനസ്സിലാക്കി ആ വാക്കിന്റെ മീനിങ് അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ആ ടൈറ്റിൽ യൂസ് ചെയ്യരുതെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞപ്പോ, ഇതുപോലെ ബെനഡിക്ട് മാർപ്പാപ്പയാണോ ഫ്രാൻസിസ് മാർപ്പാപ്പയാണോ പറഞ്ഞപ്പോ ഇതേപടി നമ്മുടെ ജോഷി മയ്യാറ്റിലച്ചൻ POCയുടെ
അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഉണ്ട്. വളരെ ക്ലിയർ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ചോദിക്കാം. ഇത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലേ മാതാവിനോടുള്ള വെറുപ്പുള്ള ഇവര് ഇപ്പം സഭ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന തിയോളജിക്ക് ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ബൈബിളിലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തെറ്റിൽ സഞ്ചരിക്കുന്നുവെന്ന് ഞങ്ങൾ വചനപ്രകാരം സംസാരിച്ചു. ആ വിഷയം ഇന്ന് കത്തോലിക്ക സഭ പറഞ്ഞു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, അത് തെറ്റാണ്, യേശുവാണ് ഏകരക്ഷകൻ. അത് നല്ലൊരു കാര്യമില്ല. ഞങ്ങൾ അതല്ലേ പറഞ്ഞു യേശു രക്ഷകൻ. മേരി, നിങ്ങളിപ്പോ മാത്യു പറഞ്ഞതുപോലെ മാതാവ് പൗലോസ് ഒരു ഉപകരണമായി. ഇത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. മാതാവ് ഉപകരണമായി, പിന്നെ പത്രോസ് ഉപകരണമായി, യൂദ ഉപകരണമായി. ഇത് തന്നെയാണ് ഞങ്ങൾ രാവിലെ രാത്രി പറയുന്നത്. ഇന്ന് ഞാനും ഒരു ഉപകരണമാണ്. പറയട്ടെ, ഞാനും ഒരു ഉപകരണമാണ്, താങ്കളും ഒരു ഉപകരണമാണ്, എല്ലാവരും ഉപകരണമാണ്. അപ്പൊ ഒരു സെക്കൻഡ്, അതിൽ നിന്ന് ഉപദേശം ചോദിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായി ചോദിച്ചു, അടി ശരീരത്തിൽ ഏൽക്കുന്നത് വഴിയാണോ സഹരക്ഷക എന്ന് ചോദിച്ചു. അപ്പോഴത്തേനും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉപദേശം ഒരു ക്ലിപ്പ് കേൾപ്പിച്ചു. അപ്പൊ മാത്യു പറഞ്ഞു ഇത് പറഞ്ഞത് തെറ്റാണ്. ഇത് എന്ന് തൊട്ട് തെറ്റായി? ഇന്നലെ തൊട്ട് തെറ്റ്. ഞാൻ ഈ വിഷയത്തിൽ ഇതേ കാര്യം പറഞ്ഞ് സംസാരിച്ച കത്തോലിക്കരായിരുന്നു ഇവിടുത്തെ ആബാലവൃദ്ധം കത്തോലിക്കർ. ആരും എതിർത്ത് പറഞ്ഞില്ല. എന്നാ മാതാവ് ശരീരത്തിൽ അടി സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മനുഷ്യന് രക്ഷ ഉണ്ടായെന്നുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് കാണിക്കുക. ഈ പറഞ്ഞ ആള് പറഞ്ഞത് സാങ്കേതികത്വം പറയാതെ വേർഡ് പ്ലേ നടത്താതെ നിങ്ങളെല്ലാം നിങ്ങൾ കാണിക്കുക. ഞാൻ എന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോ സഭ തിരിച്ചു എന്ന് പറയുമ്പോൾ സഭ അങ്ങനെ ഒഫീഷ്യലായിട്ട് സമ്മതിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്യു ബ്രദറെ ഞാൻ പരസ്യമായി ക്രിസ്തു ഏകരക്ഷ എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ ഡോക്യുമെന്റ് ഉണ്ട്. സഹിച്ചുകൊണ്ട് ശരീരത്തിൽ പീഡ സഹിച്ചുകൊണ്ട് രക്ഷ കിട്ടി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് കാണിക്കുക. അതായത് മാത്യു ബ്രദറിനോട് ഞാൻ പരസ്യമായി ചോദിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ പിന്നെ ഘോഷയാത്രയും പിന്നെ ഈ മറ്റേ ഇതെല്ലാം അതിന്റെ പേരെന്താ, നിങ്ങളുടെ ഈ ആഘോഷങ്ങൾ മൊത്തം നടക്കുന്ന ഈ പള്ളികളുണ്ടല്ലോ, പിന്നെ നിങ്ങളുടെ ഈ അതിന്റെ പേരും പറഞ്ഞല്ലോ, ഇപ്പൊ വന്നാണ് നിങ്ങളുടെ വെട്ടുകാട് പള്ളിയും ഈ കാണുന്ന സകലമാന പള്ളികളുണ്ടല്ലോ, ഇത്തരം പള്ളികളുടെ എല്ലാത്തിന്റെയും ഈ ഡോക്യുമെന്റ് വച്ചിട്ടാണോ നിങ്ങളെല്ലാം പോകുന്നത്? നിങ്ങളുടെ തീർത്ഥാടന പള്ളികളെല്ലാം ഡോക്യുമെന്റ് ഇല്ല എന്ന് പറഞ്ഞ് നാളെ തൊട്ട് പിരിച്ചുവിടുമോ? ഇല്ല. നിങ്ങളുടെ കത്തോലിക്ക സഭയിലെ വളരെ വിരൽ എണ്ണാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഡോക്യുമെന്റഡ് ഉള്ളൂ. ബാക്കിയൊന്നും ഡോക്യുമെന്റഡ് അല്ല. നിങ്ങളുടെ ഈ തീർത്ഥാടന പള്ളികളിൽ നടക്കുന്ന അനാചാരങ്ങൾ മുഴുവൻ ഡോക്യുമെന്റഡ് ആണോ? നാളൊരു ദിവസം ഇപ്പം നിങ്ങൾ ഈ വെട്ടുകാട് പള്ളിയെ തള്ളുവോ? നിങ്ങൾ വേളാങ്കണ്ണി പള്ളിയെ തള്ളുവോ? നിങ്ങൾ ഈ തുറപ്പ കൊണ്ട് തൂക്കുന്ന വല്ലാർപാടം പള്ളിയെ തള്ളു? ഇതൊന്നും നിങ്ങൾ തള്ളില്ല. പക്ഷേ ഈ വിഷയം ഞാൻ പറഞ്ഞു അനീഷ പറഞ്ഞു നിർത്തട്ടെ, സംസാരിക്കട്ടെ. ഈ വിഷയം നിങ്ങളുടെ റൂമിൽ വന്നാൽ നിങ്ങൾ ആരെങ്കിലും സംസാരിക്കും സമയം തരും. ഇവിടെ എല്ലാവരും സംസാരിച്ചല്ലോ. അപ്പൊ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇപ്പൊ പരസ്യമായി പറഞ്ഞതുപോലെ വത്തിക്കാനി എന്ന് പറയുകയാണ്, ഈ കൃപാസനം പള്ളി കാരണം ഭയങ്കര വിഷയങ്ങൾ ഉണ്ടായാണ്, നാണക്കേടാണ്, മുഴുത്ത നാണക്കേടാണെന്ന് പറയുമ്പോൾ ജോയി ബ്രദർ, അതായത് ഇപ്പോഴും കൃപാസനം പത്രത്തിനെതിരായിട്ട് പറഞ്ഞ ജോയി ഞങ്ങളെ ശപിക്കും. ഇതുപോലുള്ള ജോയിയെ പോലെ ഒരുപാട് കത്തോലിക്കരുണ്ട്. ഈ കത്തോലിക്കരെല്ലാം പറയും ഏത് കൃപാസനം, ഡോക്യുമെന്റ് ഇല്ലായിരുന്നല്ലോ, പത്രം അരച്ച് തിന്നുന്ന ചമ്മന്തി അരയ്ക്കുന്ന ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഡോക്യുമെന്റ് എവിടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ തർക്കിക്കും. ഓക്കെ, ഷിബു പീഡിയയിൽ വന്നിട്ടുണ്ട്, പുള്ളി സംസാരിക്കട്ടെ. താങ്ക് യു. ഇവിടെ എന്റെ പേര് നമ്മുടെ മാത്യു സംസാരിച്ചപ്പോ എന്റെ പേര് റെഫർ ചെയ്തത് അതുകൊണ്ടാണ് പറയുന്നത്. ഈ കത്തോലിക്ക സഭയെ പറ്റി ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. കത്തോലിക്ക സഭ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രം അങ്ങനെ ആയതുകൊണ്ടാണ്. കത്തോലിക്ക സഭയുടെ പുത്രിയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം തന്നെ. കത്തോലിക്ക സഭയിൽ നിന്നാണ് പ്രൊട്ടസ്റ്റന്റിസം രൂപപ്പെട്ടത്. അടിസ്ഥാനപരമായി ഈ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ പ്രൊട്ടസ്റ്റന്റിനിസവും കത്തോലിസിസവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാത്തോലിക്ക തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ തന്നെയാണ് പ്രൊട്ടസ്റ്റന്റിനിസം വന്നത്. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റിനിസത്തിലെ പല ഉപദേശങ്ങളും ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ കാത്തലിക് തിയോളജി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഫ്രെയിംവർക്ക് ഉള്ളത് ഈസ്റ്റേൺ സഭകൾക്കാണ്. ഈ പൗരസ്ത്യ സഭകളുടേതാണ് മാതാവിലുള്ള വിശ്വാസവും അത്തരത്തിലുള്ള മിസ്റ്റിക് ബിലീഫ്സ് എല്ലാം. എന്നാൽ ഈ റോമിലെ കൂടുതൽ ആളുകളും രാജകീയമായ അധികാരങ്ങൾ കൈയാളുന്നതിലും മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അവർക്കൊരു കൃത്യമായ തിയോളജി ഒന്നും രൂപപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 2025 അവർ കൺഫ്യൂസ്ഡ് ആയി ചർച്ച ചെയ്യുകയും കത്തെഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കത്തോലിക്ക സഭയുടെ ഒരു ദയനീയ അവസ്ഥയാണ്. അത് റോമിലെ സഭയുടെ ദയനീയ അവസ്ഥയാണ്. ഈ ദൈന്യത പുറംലോകം കാണാതിരിക്കാൻ
മറ്റ് സഭകളിൽ പിളർപ്പുണ്ടാക്കി അവിടെ നിന്ന് ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ തങ്ങളുടെ കൂടെ കൂട്ടി അവരുടെ ഗീതങ്ങളും ട്രഡീഷനും അവരുടെ പാരമ്പര്യവും എല്ലാം കൂടെ തങ്ങളുടേതും കൂടി ആണെന്ന് വരുത്തി തീർത്ത് ആഗോള കത്തോലിക്ക സഭ എന്നൊരു പേരും ഒക്കെ ഇട്ടിട്ട് ഇവർ അവരുടെ പാരമ്പര്യങ്ങളെ അപഹരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഗീവറീസ് സഹതായും കന്യകാമറിയവും ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് ഗീവറീസ് സഹതായ കുറെ നാൾ മുമ്പ് തള്ളി. പക്ഷെ എടപ്പള്ളി പള്ളി അവിടെ നിൽക്കുകയാണ്. കാരണം ഈ പള്ളികൾ പൗരസ്ത്യ സഭകളുടെ പള്ളികളെ ഇവർ അപഹരിച്ചതാണ്. ഇവർക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഒരു ട്രഡീഷൻ ഇല്ല, ഇവർക്ക് അങ്ങനെ ഒരു പാരമ്പര്യവും ഇല്ല. സത്യത്തിൽ നന്നായിട്ട് കത്തോലിക്ക സഭയെ ഒന്ന് തേച്ചു കുളിപ്പിക്കാമെങ്കിൽ അത് കറ തീർന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയായിട്ട് പുറത്തു വരും. ഇത് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ പെയിന്റ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഈ പെയിന്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഉള്ളൊരു പ്രഷർ വാഷ് അടിച്ചു, നല്ല പ്രഷർ വാഷ് വെച്ച് ഒരൊറ്റ അടി അടിച്ചു. ഇനിയും അദ്ദേഹത്തിന്റെ ടേമിൽ മുന്നോട്ട് പല പ്രഷർ വാഷും അടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. ഇത് ഒരിക്കലും ഇവരുടെ ഉപദേശമായിരുന്നില്ല. മാതാവും ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലയളവിൽ ഒരു പ്രൊട്ടസ്റ്റന്റുകാർ പോലും ചെയ്യുകയല്ലാത്താണ് ലോക മാധ്യമങ്ങളിൽ മുഴുവൻ കന്യകാമറിയത്തിനെ ഇപ്പൊ ഒരു വിവാദ സ്ത്രീയാക്കി, ഇപ്പൊ സ്വർണം കടത്തിയ സ്ത്രീയെ പോലെയോ ശബരിമല ഉരുണ്ടു കയറിയ സ്ത്രീയെ പോലെയോ മാധ്യമങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ ക്രിസ്തുമസ് സീസൺ ഇത് ഭൂഷണമാണോ? എന്നാ പിന്നെ ഇവർക്ക് ഈ ക്രിസ്തുമസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് ഇത് പറഞ്ഞാൽ പോരെ? അപ്പോ വളരെ അധികം ദുരുദ്ദേശപരമായിട്ട്, എന്ന് പറഞ്ഞാൽ മാതാവിനെ ആക്ഷേപിക്കുന്ന ബെന്തക്കോസുകാരെന്നൊക്കെ ഇവിടെ പലരും പറയുന്നുണ്ട്. ബെന്തക്കോസുകാർ ആരും അല്ല ഇപ്പൊ ചെയ്തിരിക്കുന്നത്. മാതാവ് ലോക മാധ്യമങ്ങളിൽ മാതാവിനെ ആളുകൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്, പലരും അരക്കി ഉണങ്ങാനിടുകയാണ്. ഇങ്ങനെയൊക്കെ കാണുന്ന കാഴ്ച എന്ത്? ഇതിന്റെ കാരണക്കാരാണ്. ഇവർക്ക് എന്തിന്റെ അസുഖമായിരുന്നു ഇപ്പൊ ഇത്? ഇത് ഇവരുടെ പേപ്പറിലൊന്നും ഇല്ലായിരുന്നു, ഇത് ഞങ്ങളുടെ രേഖയല്ലായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പരസ്യ പ്രസംഗങ്ങളിൽ 7 പ്രാവശ്യം റെക്കോർഡായിട്ടുണ്ട് ഈ സഹരക്ഷകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അറിവില്ലാത്തവനായിരുന്നു, കഴിവില്ലാത്തവനായിരുന്നു, തെറ്റു പറഞ്ഞവനാണ് എന്നുള്ള രീതിയിലാണ് ഇവർക്കിത്. പിന്നെ പറയുകയാണ് അത് ചുമ്മാതെ കുറച്ച് ടൈറ്റിലും, അങ്ങനെയാണ് പിന്നെ ഇതിനെ പരിഗണിക്കുന്നത്. ആരെങ്കിലും ഒക്കെ അങ്ങനെ ടൈറ്റിൽ കൊടുക്കട്ടെ, അത് കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇവര് കമ്മിറ്റി കൂടി മാതാവിന്റെ സ്ഥാനം എടുത്തു മാറ്റുന്നു. ഇവര് കമ്മിറ്റി കൂടി ചിലർക്ക് സ്ഥാനം കൊടുക്കുന്നു. ഈ 2025 കമ്മിറ്റി കൂടി മാതാവിനെ വെട്ടി ഇവർ 2026 കമ്മിറ്റി കൂടി യേശുവിനെ വെട്ടുകാരെന്ന് ആര് കണ്ടു? കാരണം മുസ്ലിങ്ങൾക്ക് നിസ്കാരമുറി കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എന്റെ ഒരു ഭയം അടുത്ത വർഷം ഇവര് യേശുവിനെ കൂടെ മിക്കവാറും കമ്മിറ്റി കൂടി പുറത്താക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സ്റ്റോം ആധികാരികമായി മറുപടി കൊടുക്കുന്നു. മാതാവ് സഹരക്ഷകയാണെന്ന് ശിവപാസ്റ്ററിന് അഭിപ്രായം ഉണ്ടോ? മാതാവ് സഹരക്ഷകയാണെന്ന് ശിവപാസ്റ്ററിന് അവകാശവാദം ഉണ്ടോ? സഹരക്ഷകയാണോ എന്ന് രക്ഷ എന്നത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. രക്ഷ എന്നത് കുരിശു മരണത്തിൽ നിന്ന് ആണെങ്കിൽ കുരിശിൽ തൂങ്ങിയത് യേശു കർത്താവാണ്. രക്ഷ എന്നത് ഇൻകാർണേഷനിലാണെങ്കിൽ കർത്താവിനെ വഹിച്ചത് മാതാവാണ്. ഇൻകാർണേഷണൽ സാൽവേഷനിൽ മാതാവ് സഹരക്ഷക തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം മാതാവാണ് പ്രസവിച്ചത്, മാതാവാണ് മുലയൂട്ടി വളർത്തുന്നത്. ഈ രണ്ടിൽ ഏതാണ് ശിവപാസ്റ്ററിന്റെ വിശ്വാസം? കുരിശിലൂടെ രക്ഷയാണോ ഇൻകാർണേഷണൽ രക്ഷയാണോ? ഞാൻ ഇൻകാർണേഷനിൽ രക്ഷയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ മാതാവ് സഹരക്ഷയാണെന്നാണ് ശിവപാസ്റ്ററിന്റെ അഭിപ്രായം. ഇത് യാക്കോബായ സഭ ഇങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, മാതാവ് സഹരക്ഷയാണെന്ന്? യാക്കോബായ സഭയ്ക്ക് ലിറ്റർജിക്കൽ തിയോളജിക്ക് അപ്പുറത്ത് ഇങ്ങനെ പാരലായിട്ട് തിയോളജി എഴുതി വെക്കുന്ന ഒരു പരിപാടിയില്ല. അവരുടെ ലിറ്റർജി വ്യക്തമായിട്ട് അതുണ്ട്. ലിറ്റർജിയിൽ മാതാവിനെ സഹരക്ഷക എന്ന് വിളിക്കുന്ന ഭാഗം എവിടെയാണെന്നൊന്ന് പറയാമോ? ആ സഹരക്ഷക എന്നുള്ള വാക്കില്ല സുഹൃത്തെ. അത് തൃത്വം എന്ന വാക്ക് ബൈബിളിലുണ്ടോ എന്ന് പറയുന്നത് പോലെ പറയട്ടെ. തൈരിനകത്ത് വെണ്ണ അലിഞ്ഞു കിടക്കുന്നത് പോലെ അത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെണ്ണ കിട്ടും. അതുപോലെ നിങ്ങൾ അവരുടെ ലിറ്റർജി നന്നായി കടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അല്ലാതെ ശിവപാസ്റ്ററിന് അറിയാവുന്നതാണല്ലോ. അപ്പോ മാതാവ് സഹരക്ഷകയാണെന്നാണ് ശിവപാസ്റ്റർ പറയുന്നത്. യാക്കോബ സഭയുടെ ലിറ്റർജിയിലോ ഡോക്യുമെന്റിലോ അതില്ല. അപ്പം നമ്മൾ ആരെ വിശ്വസിക്കണം? പെന്തക്കോസിനെ വിശ്വസിക്കും, ഷിബുവിനെ വിശ്വസിക്കും. അതുപോലെ താങ്കള് മുമ്പ് ആ വീഡിയോയിൽ പറഞ്ഞ അവസാന ഭാഗത്ത് പറഞ്ഞു സഭയുടെ മാതാവ് സഭയുടെ മാതാവെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം തിയോട്ടോക്കോസ് എന്നുള്ള ടൈറ്റിൽ പോയി എന്നതിനർത്ഥം ഉണ്ടോ? തിയോട്ടോക്കോസ് എന്ന ടൈറ്റിലാണോ ഈ സഭയുടെ മാതാവ് എന്നുള്ള ടൈറ്റിലാണോ വലിയ ടൈറ്റില്? അപ്പൊ വലിയൊരു ടൈറ്റില് കിടക്കുമ്പോ പറയട്ടെ സുഹൃത്തെ, നിങ്ങളെന്താ വിഷമിക്കുന്നു? ഇപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മർമുവിനെ കാട്ടായിക്കോണം വില്ലേജ് ഓഫീസറും കൂടെ ആയിട്ട് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞ ഒരു പരാജയമാണ്. എടാ, ദൈവമാതാവ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈറ്റിലിൽ ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യത്തില്ല. അതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ടൈറ്റിലാണ്. ഭാരതരത്നം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളിൽ കൊണ്ട് എന്നാ അവാർഡ് കൊടുക്കാനാ?
അപ്പൊ ഇപ്പൊ ഈ ഏറ്റവും വലിയ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവമാതാവാണ്. അപ്പൊ ആ സഭയ്ക്ക് അതിൽ ആത്മാർത്ഥമായ വിശ്വാസം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഈ പോപ്പ് എന്ന് പറയുന്നത് ഒരു പെന്റക്കോസ്റ്റൽ ഇൻഫ്ലുവൻസ് ഉള്ള പ്രൊട്ടസ്റ്റന്റ് ചായവുള്ള ഒരു പോപ്പ്. പറയട്ടെ ഇടയ്ക്ക് കയറണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു പോപ്പാണ്. ആ പോപ്പ് ഈ അടുത്ത കാലത്ത് ഈ ഭൂതോച്ചാടകരുടെ യോഗം വിളിച്ചു കൂട്ടി 2 മാസം മുമ്പ്. ഇന്ന് വരെ ഒരു പോപ്പും ചെയ്യുന്നില്ല. 10,000 ഭൂതോച്ചാടകരെല്ലാം വിളിച്ചു കൂട്ടി അവരെല്ലാം എങ്ങനെ ഭൂതത്തെ പുറത്താക്കാന്നുള്ള സെമിനാർ അതിനകത്ത് നടത്തിയ പ്രസംഗമുണ്ട്. ആ പ്രസംഗം കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചായ്വ് മനസ്സിലാവും. ഒരിക്കലും ഫ്രാൻസിസ് പാപ്പയാണെങ്കിൽ ഇവിടെ ഭൂതോച്ചാടകരുടെ യോഗം വിളിച്ചു കൂട്ടത്തില്ല. അപ്പൊ ഈ പറഞ്ഞ തിയോളജിക്കൽ ചർച്ചകളിലേക്കും തിയോളജിക്കൽ ജാർഗൺസിലേക്കും എല്ലാം പോവാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് തിയോളജിക്കൽ ജാർഗൺസ് ചർച്ച ചെയ്യാനാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരണ്ട. എന്നോട് മാർത്തോമാ സഭയിലെ സഫ്രക മെത്രാപ്പൊലിത്ത ആയിട്ടുള്ള ബർണാബാസ് തിരുമേനി, ഞാന് അദ്ദേഹത്തെ കണ്ടപ്പം ഇങ്ങനെ റോമിൽ പോയത് എന്തിനാന്നൊക്കെ ചോദിച്ചു. വർത്താനം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴൊക്കെ എന്നോട് തിരുമേനി പറഞ്ഞു, ആ പോപ്പ് ഞങ്ങളോട് പറഞ്ഞു തിയോളജിക്കൽ ജാർഗൺസ് ചർച്ച ചെയ്യാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, റിലേഷൻഷിപ്സ് ആൻഡ് പീപ്പിൾ, മനുഷ്യനെ കുറിച്ചും ബന്ധങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാനാണെങ്കിൽ ആർക്ക് വേണേലും വരാം. കാരണം തിയോളജികൾ ഇനി അങ്ങനെ കീറി മുറിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകുക, മനുഷ്യനെ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് പ്രധാനമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് നേരെ വ്യത്യസ്തമായ നയവും നിലപാടുമാണ് ഈ പുതിയ പാപ്പയ്ക്കുള്ളത്. ഇയാള് വന്ന ഉടനെ ഭൂതോച്ചാടകരുടെ യോഗം വിളിച്ചു കൂട്ടി, മാതാവിനെ വെട്ടി, മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി കൊടുത്തു. അപ്പൊ ഇദ്ദേഹം വേറൊരു നയമാണ്. അപ്പൊ കാത്തിരുന്ന് കാണാം. അതുകൊണ്ട് എന്റെ തലയിൽ കുതിര കയറിയിട്ട് കാര്യമില്ല. നമുക്ക് വരുന്നതിന് നമ്മൾ അനുഭവിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്, നിങ്ങൾ അനുഭവിക്കല്ലേ. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു? ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.